നമസ്കാരം, എല്ലാവർക്കും തിത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലെ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ GK ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ കീ ഒന്ന് നോക്കാം. ഇന്നലെ എനിക്ക് ഇടാൻ സാധിക്കാഞ്ഞത് നമുക്ക് കുറച്ച് കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നെറ്റും കറണ്ടും ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല വൃത്തിക്ക് എഴുതി എന്ന് തോന്നുന്നു. കുറച്ചു പേരൊക്കെ എനിക്കൊരു അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞാൽ LDCയുടെ ഒരു 10 വർഷം മുമ്പ് തൊട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എഴുതാമായിരുന്നതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. നിങ്ങൾ ഉദ്ദേശിച്ചത് ഇപ്പം മെസ്സേജ് അയച്ച ആൾക്കാർ ഉദ്ദേശിച്ചത് ചിലപ്പം ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആ മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ വന്നത് ഷുവർ ആയിട്ടും നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഒന്നും അധികം ഇല്ലായിരുന്നു. LDCയുടെ ആ ഒരു ലെവൽ ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ GK പോർഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ നേരത്തെയുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിനകത്ത് പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ്സ് ഒറ്റയടിക്ക് നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഭയങ്കര ഈ കൂട്ടിച്ചേർത്ത് എഴുതി വെച്ചിട്ടില്ലാത്ത കുറച്ച് സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രശ്നങ്ങളില്ല. അടുപ്പിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളോ അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ LDC പോലെയൊക്കെ തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എങ്കിലും നമ്മൾ ആൻസർ എഴുതാനായിട്ട് എടുക്കുന്ന സമയത്ത് കുറച്ചല്ല നല്ല രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അടുത്ത ലെവലിലേക്ക് പോകുന്ന ആൾക്കാരായിക്കോട്ടെ, ഇപ്പൊ ഈ ലെവലിലെ തന്നെ ആദ്യം പറയാം. ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. ചാടി കയറി എഴുതുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഒരുപാട് നെഗറ്റീവ്സ് വാങ്ങിച്ച് കാണും. അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ, എത്രത്തോളം നെഗറ്റീവ്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന്. അതല്ല ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ ഒരു നമ്മുടെ സിലബസ് ഇതാണ്. ഈ സിലബസിൽ നിന്ന് നമുക്ക് സ്ഥിരമായിട്ട് PSC ചോദിച്ചുകൊണ്ടിരുന്ന അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, അതുപോലെ ഐക്യകേരള പ്രസ്ഥാനം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നായിരുന്നു സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റും അതിന്റെ നേതാക്കന്മാരും. അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ചോദ്യ പേപ്പർ ആയിരുന്നു ഇന്നലെ കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ ആസൂത്രണ കമ്മീഷൻ 1938 ആരാണ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എന്നുള്ളത് ചോദിച്ചു. അപ്പൊ ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ശരിക്കുമുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് എല്ലാ ചോദ്യങ്ങളും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമായിരുന്നു താഴോട്ട് വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ, പോകുന്ന സമയം കാണുമ്പോ പറയാം. ഞാൻ 1-2 ചോദ്യങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കാണുമ്പോ പറയാം. അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിനെ ചിന്തിക്കുമ്പം കാണുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ണിനൊരു ഈസി ആണെന്ന് തോന്നുമെങ്കിലും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു പലതും. ഇനി പ്രൊഫഷണൽ ആൻസർക്ക് ഇതുവരെ PSC പുറത്തു വിട്ടിട്ടില്ല. നമുക്ക് അതൊക്കെ കിട്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ 50 GK ക്വസ്റ്റ്യൻസിനകത്ത് GK പോർഷൻ മാത്രം നോക്കുന്ന സമയത്ത് എന്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് ടഫായിട്ട് തന്നെയാണ് തോന്നുന്നത്. ടഫ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ഈസി ആണ്, പക്ഷെ ആൻസേഴ്സിലേക്ക് വരുന്ന സമയത്ത് ടഫായിട്ടാണ്. ഇതെന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കണ്ടത്? എഴുതിയവരും എഴുതാത്തവരും എങ്ങനെ അത് ഫീൽ ചെയ്തു എന്നൂടെ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50-ാം സംസ്ഥാന ദിനം ആചരിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു രാജസ്ഥാന്റെ 70-ാമത്തെ സംസ്ഥാന ദിനം ആചരിച്ചത് 2020 എന്ന്. അതുപോലെ തന്നെ 50-ാമത്തെ സംസ്ഥാന ദിനം ആചരിച്ച 3 സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് നാഗാലാൻഡ്. അപ്പൊ 50-ാം സംസ്ഥാന ദിനം ആചരിച്ച ആൾക്കാരായിരുന്നു 22 ജനുവരി 21 മണിപ്പൂര്, മേഘാലയ, ത്രിപുര. ഈ 3 ആൾക്കാരെ നമ്മൾ നാഗാലാൻഡും കൂടെ ചേർത്ത് പറയുന്ന ആ കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. അതിനകത്ത് 3 ആൾക്കാര് മേഘാലയ, ത്രിപുര, മണിപ്പൂർ. ഇവര് 3 പേരും 50 വർഷം പൂർത്തീകരിച്ചത് 2022 ജനുവരി 21 അടുത്തത് വ്യവസായവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്, നെഹ്റു അല്ല. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്ന പേര് റെയർ മോസ്റ്റ് ചോദ്യമാണ്, പെട്ടെന്നൊന്നും കിട്ടില്ല. ഹരിജൻ യാത്ര അഥവാ ഹരിജൻ പര്യടനം. അടുത്ത അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെടാത്ത കോട്ട. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഇപ്പൊ സ്ഥിരമായിട്ട് പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്, കോൺട്രിബ്യൂഷൻസ്, ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് ഇപ്പൊ അക്ബർ ചോദിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ ചോദ്യമാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്തതാണ് പുരാന ഖില എന്ന് പറയുന്നത്. അടുത്തത് വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. അതുപോലെ ഈ വർഷം ഓർത്തു വെച്ചേക്കാം. ദെൻ കല്ലുമാല സമരത്തില് അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. ഈസി ചോദ്യമായിരുന്നു ഇപ്രാവശ്യം, അയ്യങ്കാളിയാണ്. കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 1991. ഇതിപ്പോ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ LDC ലെവൽ ചോദ്യങ്ങളാണ്. ഈ 3 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് LDC ലെവലായിരുന്നു. പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ യുദ്ധ കുറ്റവാളികൾ വിചാരണ ചെയ്യപ്പെട്ടത് ന്യൂറംബർഗ്, റെയർ ചോദ്യമാണ്.
18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകന്മാരിലെ പ്രസിദ്ധമായ ഒരാളുടെ വാക്കാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു. അത് കേൾക്കുമ്പോഴേ എല്ലാവർക്കും അറിയാം, റൂസോയുടെയാണ്. അതും ഈസി ചോദ്യമായിരുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? പോർച്ചുഗീസ് ആണ്. ഈസി ചോദ്യം. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെ നീട്ടി? കോഴിക്കോട്. അപ്പൊ ഈ 10 ചോദ്യങ്ങൾ ഹിസ്റ്ററിയിൽ നിന്ന് വന്നതിനകത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈസി ടു മോഡറേറ്റ് ആണ് ലെവൽ എന്ന് പറയുന്നത്, അല്ലെ? ചില ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല, എന്നാൽ കൂടുതലും ചോദ്യങ്ങൾ ഒരു 5 ചോദ്യങ്ങളോളം തന്നെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് ഹിസ്റ്ററി. അതുകൊണ്ട് ഈസി ടു മോഡറേറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഈസി ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അടുത്തത് 10ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ്? നമ്മൾ പറഞ്ഞു. 11 പറഞ്ഞു. 12ാമത്തെ ചോദ്യം തെറ്റായ ചോദ്യമായിരുന്നു കേട്ടോ. അത് അതിനകത്ത് ആൻസർ ഇല്ല. 13 താഴെ പറഞ്ഞ ജോഡികളിൽ തെറ്റായി പൊരുത്തപ്പെട്ടത് ഏതാണെന്നാണ് ചോദ്യം. മണൽക്കല്ല്, സിസ്റ്റ്, അതാണ് തെറ്റായിട്ടുള്ളത്. ഇത് നമ്മുടെ ശിലകളിൽ നിന്നുള്ള +1 ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. പേരന്റ് റോക്കും അവിടെ നിന്നും രൂപാന്തരപ്പെടുന്ന പാറയും. സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? മാപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് വന്ന ചോദ്യമാണ് കേട്ടോ. മാപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് വന്ന ചോദ്യം. മറ്റേത് എന്ന് പറയുമ്പോൾ ലാൻഡ് ഫോംസിൽ നിന്ന് വന്ന ചോദ്യം, അല്ലെങ്കിൽ റോക്സിൽ നിന്ന് വന്ന ചോദ്യമാണ്. ഇപ്പം തൊട്ടുമുകളില് 2024 സർവേ ഓഫ് ഇന്ത്യ പോളികോണിക് ആണ്. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? നമ്മൾ പറഞ്ഞു പുതിയ വർഷം തുടങ്ങിയപ്പോൾ തന്നെ എന്താണ്, ഭൂകമ്പമാണോ സുനാമിയാണോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ എവിടെയാണ് ഭൂകമ്പം ഉണ്ടായത്? ജപ്പാനിലാണ്. അടുത്ത 15 ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന എക്കണോമിക്സിനകത്ത് ഇഷ്ടമുള്ള ഒരു മേഖലയാണ് മണി പോളിസി അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസി പോലെയുള്ള കാര്യങ്ങൾ. അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോയും ഇത് രണ്ടുമാണ് ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ. അടുത്ത ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്തായിരിക്കും ചെയ്യുന്നത്? സങ്കോചം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചുരുക്കി എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും ചെയ്യുന്നത്? സർക്കാരിന്റെ ചെലവ് മാക്സിമം കുറയ്ക്കുക, നികുതി മാക്സിമം കൂട്ടുക, അതാണ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ്. അടുത്ത ഫാക്ടർ ചെലവില് നമ്മുടെ ആ ഒരു ടേബിൾ മാക്രോ എക്കണോമിക്സിനകത്ത് നല്ലൊരു ഒന്നാന്തരം ടേബിൾ +2 കിടപ്പുണ്ട്. അവിടെ നിന്നും സ്ഥിരമായിട്ട് PSC ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഫാക്ടർ ചെലവിൽ GDP, പ്രാവശ്യം അതാ ചോദിച്ചത്. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്. GDP വിലയിൽ വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതി എന്നുള്ളതാണ് ആൻസർ. 19 സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? നമ്മൾ സ്ഥിരം പഠിക്കുന്നതാണ്, നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി 9ാം പഞ്ചവത്സര പദ്ധതി. 20 എല്ലാ അസംഘടിത തൊഴിലാളികൾക്കും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നതിൽ ഏത് മന്ത്രാലയമാണ്? ഇ-ശ്രം പോർട്ടല്. ഇതും നമ്മുടെ ചാനൽ വഴി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സിവിക്സിനകത്തെ പോർഷനാണിത്. ഇത് സിവിക്സിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പോർഷനാണ്. സിവിക്സിനകത്ത് നമുക്ക് ഈ ലേബർ പാർട്ടിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്ന സെക്ഷൻ, ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഇവിടെ രണ്ടിടത്തും നമ്മൾ UPSC ലെവലിൽ ചർച്ച ചെയ്തപ്പോൾ ഇ-ശ്രം പോർട്ടലിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇവിടെ അസംഘടിത തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം എന്ന് യൂസ് ചെയ്യാവുന്നതാണ്. അസംഘടിത മീൻസ് നോൺ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള തൊഴിലാളികൾ, ഈ ഗവൺമെന്റ് ഒന്നും ഭാഗമല്ലാത്തത്. അടുത്ത 21 ഇതിൽ സിവിൽ സർവീസിന്റെ പ്രവർത്തനം അല്ലാത്തത്. എളുപ്പം എഴുതാം, ഗവൺമെന്റിനെതിരായ എതിർപ്പ്. ഈസി ചോദ്യമാണ്. വിഷൻ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGP-യുടെ ലക്ഷ്യങ്ങളെ, വിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷനെ പറ്റിയിട്ട് NEGP നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതും പഠിച്ചിട്ടുള്ളതാണ്. അതിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം. പൊതുസേവനങ്ങൾ പൗരന്മാരുടെ വീടിനടുത്ത് എത്തിക്കണം, കാര്യക്ഷമതയും സുതാര്യതയും. നമ്മുടെ എന്താണ് ഈ ഗവേണൻസിനകത്ത് നമ്മൾ NEGP പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ കണ്ടവർ ഇത് എഴുതി കാണും. പൊതുസേവനങ്ങൾ പൗരന്മാരുടെ വീട്ടിനടുത്ത് എത്തിക്കുക, കാര്യക്ഷമം സുതാര്യമായിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഉറപ്പാക്കുക. ഇത് രണ്ടുമാണ് NEGP-യുടെ ലക്ഷ്യം. അത് രാഷ്ട്രീയ പാർട്ടി, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് പ്രവർത്തനങ്ങൾ, സാമൂഹ്യവൽക്കരണം, പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം, സംയോജനത്തിന്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം. COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം സ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയായിരുന്നു ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന. അടുത്തത് ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 62 നിന്ന് 50 വയസ്സായിട്ട് കുറച്ചത് ജാർഖണ്ഡ് ആണ്. ഓക്കെ. 26 ഭരണഘടനാ അസംബ്ലി. സ്ഥിരം ചോദ്യം, നമ്മൾ എപ്പോഴും കാണുന്ന ചോദ്യം. ഭരണഘടനാ അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി മാത്രം. നിയമസഭയിൽ 389 ആണ്. ജവഹർലാൽ നെഹ്റു അല്ല ആശയം മുന്നോട്ട് വെച്ചതെന്ന് നമുക്കറിയാം.
മഹാത്മാഗാന്ധി ഇതിനകത്ത് ഇല്ലെന്നും നമുക്കറിയാം. സോ 3 മാത്രം, അല്ല 2 മാത്രം. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണെന്ന് അറിയാം. ഇത് എന്തിന് വിധേയമാണെന്നാണ് ചോദ്യം. എല്ലാം പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം, ഇതിനകത്തെല്ലാം ഓക്കെ ആണ്. ഇത് റയർ മോസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ആരും ആൻസർ ചെയ്തില്ല. അടുത്ത പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥ നൽകിയിട്ടുള്ള അനുച്ഛേദമാണ്. ഓപ്ഷൻ ബി ആണ് 48A-യും 51A പെട്ടെന്ന് കിട്ടും. 48 ഓർക്കുവാണെങ്കിൽ മാത്രമേ ആൻസർ എല്ലാവരും എഴുതത്തുള്ളൂ, അല്ലെങ്കിൽ ചിലർക്ക് ഇവിടെ സി മാത്രം എഴുതി കാണും. 29 ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ സി ആണ്. സഭകളിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം വേണം. അതുപോലെ പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ട നിർബന്ധം. 106 നമ്മുടെ ചാനൽ വഴി നമ്മൾ പറഞ്ഞതാണ്. 106 വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാരി ശക്തി അധിനിയമത്തെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇതിനകത്ത് ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ മാറ്റമാണ് ചോദിച്ചിരിക്കുന്നത്. 239AA എന്ന് പറയുന്ന ഒരു ഭേദഗതി ചെയ്ത ആർട്ടിക്കിളാണ്. അതുപോലെ OBC ആർട്ടിക്കിൾ 330A-യും 332A-യും ഉൾപ്പെടുത്തി. അത് ഇതിനകത്ത് OBC സ്ത്രീകളുടെ അല്ല പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിയാം, മൊത്തത്തിലുള്ള സ്ത്രീകളായിരുന്നു. 31 തൊട്ട് ഈസി ആയിട്ടുള്ള ചോദ്യം. 2023 വിംബിൾഡൺസിൽ വിജയം നേടിയത് കാർലോസ് അൽക്കാരാസ് ആണ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകമാണ് അഗ്നിസാക്ഷി. ഓസ്കാർ നേടിയ ആദ്യത്തെ മലയാളി റസൂൽ പൂക്കട്ടിയാണ്. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? റയർ ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് SL പുരം സദാനന്ദൻ. G ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുള്ളിന് ആമുഖം എഴുതിയതാരാണ്? S ഗുപ്തൻ നായർ. കുമാരനാശൻ അന്തരിച്ചത് 1924. ഈസി ആണ്. കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ G അരവിന്ദനാണ്. 2022 ഫിഫ ലോകകപ്പിന്റെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിരുന്നു ലയണൽ സ്കലോനി. കേരളത്തിൽ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ്? മലപ്പുറം. ഇതൊക്കെ LDC ലെവലാണ്. 41 ഹബ്ബ് ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈസി ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഇത്. ഓരോന്നിന്റെയും ആ ഒരു ഫങ്ഷൻസ് പഠിച്ചാൽ മതി. ഓപ്ഷൻ ഡി ആണ് ഇവിടെ. അതുപോലെ കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസിംഗിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്നതിനെയാണ് ക്യാഷെ മെമ്മറി എന്ന് വിളിക്കുന്നത്. 43 ആക്രമണകാരികളും ഒരു വെബ്സൈറ്റിൽ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്നും കാർഡ് നമ്പർ, ഉപഭോക്തൃനാമം, പാസ്വേഡ് ഇതൊക്കെ സ്വീകരിക്കുകയും സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഫിഷിംഗ് സാങ്കേതിക വെബ് ജാക്കിംഗ് എന്ന് പറയും. 44 സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഹരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. ലാരി പേജും സെർച്ച് ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്നാണ് ഗൂഗിള്. താഴെ പറഞ്ഞതിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ്? ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ദെൻ 47, 48, 49, 50 ഏതാണ്? നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ഇവിടെ നിന്നും നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഒരു റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ എനർജി കാര്യം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അവിടെ നിന്നും ചോദിച്ചിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബയോഡൈവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി, അതുപോലെ റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത് അത് ചോദിച്ചിട്ടുണ്ട്. സൂര്യഭൗമ വ്യവസ്ഥയിൽ ലഗ്രാഞ്ചെ പോയിന്റ്, ഇത് നമ്മൾ ഈ സൂര്യന്റെ ഇതിലേക്ക് വന്ന ആദിത്യ L1ന്റെ കാര്യം പറയുമ്പോൾ നമ്മളിത് കൃത്യമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ആൻസേഴ്സ് ഒന്ന് നോക്കാം. താഴെ പറഞ്ഞതിൽ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവനകൾ കുറയുന്ന ക്രമത്തിലായിട്ട് ക്രമീകരിക്കുക. അത് സൗരോർജം, കാറ്റ് ശക്തി, ബയോമാസ്. ഏറ്റവും കൂടുതൽ നമ്മൾ സൗരോർജത്തിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ദെൻ കാറ്റ്, ബയോമാസ്. താഴെ പറഞ്ഞതിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്ത? ഓപ്ഷൻ ബി ആണ്. പിന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ കൺവെൻഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിനകത്ത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ന് സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ചെ പോയിന്റിന്റെ ദൂരം 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ് ഭൂമിയിൽ നിന്ന്. 50 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 50 ചോദ്യങ്ങൾക്കകത്ത് നമ്മൾ പറഞ്ഞു ആദ്യം കാണുന്ന സമയത്ത് ചില ചോദ്യങ്ങളൊക്കെ വളരെ ഈസിയാണ്, എന്നാൽ ചില ചോദ്യങ്ങളൊക്കെ നമ്മളെ നെഗറ്റീവിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു GK പോർഷനിൽ നിന്നും എത്രത്തോളം നെഗറ്റീവ് വന്നു, എത്രത്തോളം പോസിറ്റീവായിട്ട് എഴുതാൻ പറ്റി എന്ന് പറയുക. ഇനി അടുത്ത ലെവലുകളോട് പറയാനുള്ളത്, ഈ ലെവൽ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അടുത്ത ലെവൽ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ എണ്ണം കൂട്ടാം, ചിലപ്പോൾ മേഖലകൾ മാറ്റിയേക്കാം. എങ്കിലും ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ഓരോരോ റിലേറ്റഡ് ഫാക്ട്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ ഓരോരോ റിലേറ്റഡ് ഫാക്ട്സ് സെക്ഷൻ തിരിച്ച് പഠിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.